ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നോട് നോക്കാൻ പോകുന്നത് JVU എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആംപ്ലിഫയറാണ്. 2 ചാനൽ ആംപ്ലിഫയറാണ്. നിലവിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഫ്യൂസ് ആദ്യമേ പോയായിരുന്നു. അവരിപ്പം വീണ്ടും ഫ്യൂസ് ഇട്ട് കുത്തി അതിനപ്പോഴത്തേക്ക് ഒരു പുക വന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനതൊരു ബാക്കിലേക്ക് അവർ ഊരി വെച്ചിട്ടുണ്ട്. നിലവിൽ പവർ സപ്ലൈക്കകത്ത് 4 മോസ്ഫെറ്റ് നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അത് കരിഞ്ഞ സ്മെല്ലുണ്ട് ഇതിനകത്ത് നിലവിൽ. അപ്പോൾ നമുക്ക് അഴിച്ചൊന്ന് പീസാക്കാം. അഴിച്ച് പീസാക്കിയിട്ട് നമുക്ക് വേറെ ചെക്ക് ചെയ്ത് നോക്കാം. മോസ്ഫെറ്റ് നിലവിൽ കത്തിയിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. കത്തി കരിഞ്ഞിരിക്കുവാണ് നിലവിൽ. പൊട്ടിക്കേറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം എന്നാലും നമുക്ക് ബാക്കി എല്ലാം കൂടെ ഊരി ഒന്ന് വിളിച്ചടിക്കാം ബോർഡെല്ലാം. ഇപ്പോൾ ശരി, സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സ്ക്രൂ കൂടെ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ പൊട്ടിയിരിക്കുന്ന മോസ്ഫെറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇപ്പുറത്തെ രണ്ടെണ്ണം പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ചില കേസിൽ പോയി കാണത്തില്ല, ചിലപ്പോൾ പോയി കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പൊട്ടിക്കേറിയിരിക്കുന്നത് മാറ്റിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ രണ്ടെണ്ണം നിലവിൽ പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി രണ്ടെണ്ണം കിടക്കുന്ന കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് വെച്ചിട്ട് ഷൂട്ടിങ് കണ്ടില്ല. എന്തായാലും ഒന്ന് ഊരിയെടുത്ത് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇടുന്നതും കൂടെ പോകും.
ഇതിൽ കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ല. നിലവിൽ 2 പോയിട്ടില്ല, 2 നിലവിൽ പോയിട്ടുണ്ട്. ഇതിന് സപ്ലൈ വയറും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് PWM കൺട്രോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കിയിട്ട് വേണം മോസ്ഫെറ്റ് ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ മോസ്ഫെറ്റ് പൊട്ടി തെറിച്ച് പോകും. സപ്ലൈ ഓൺ ആക്കിയിട്ട് PWM കൺട്രോൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം, സിഗ്നൽ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. സപ്ലൈ നിലവിൽ ഓൺ ആക്കിയിട്ടുണ്ട്. PWM കൺട്രോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നിലവിൽ ഇതേ കിടന്ന് 2 മോസ്ഫെറ്റ് പോകാത്തതും അല്ലാതെ 2 മോസ്ഫെറ്റ് കൂടെ ഇട്ടിട്ട് ബാക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വേറെ എന്തെങ്കിലും ഷോർട്ടിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ നമുക്ക്. പിന്നെ ഇതിനകത്ത് ജമ്പറിൻ്റെ തുരുമ്പ് കാണുന്നുണ്ട്, ജമ്പറും കൂടെ ഒന്ന് മാറ്റി വിട്ടേക്കാം. ചോപ്പറിലേക്ക് പോകുന്നതിൻ്റെ അകത്ത് ജമ്പർ തുരുമ്പ് കാണുന്നുണ്ട്, അപ്പം അതും കൂടെ ഒന്ന് മാറ്റി വിട്ടേക്കാം. ഇല്ല പിന്നെ ചിലപ്പോൾ അതിന് ലൂസ് കോൺടാക്റ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ഇനി കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മാറ്റി വിട്ടേക്കാം. തുരുമ്പ് പിടിച്ച ജമ്പറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് മോസ്ഫെറ്റ് ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോയ മോസ്ഫെറ്റൊക്കെ മാറ്റിയിട്ട് ജമ്പർ കാര്യങ്ങളെല്ലാം മാറ്റിയെല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് സപ്ലൈ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, വേറെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, പവർ സപ്ലൈ ഓക്കെ ആണെന്നൊക്കെ ഉള്ളത് നോക്കിയേക്കാം. പിന്നെ ഫ്യൂസ് പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെയും ഫ്യൂസ് ഇട്ട് മാക്സിമം ഇട്ട് നോക്കാതിരിക്കുക, ഇല്ലെങ്കിൽ ആംബിയർ കുറഞ്ഞൊരു ഫ്യൂസ് ഇട്ട് നോക്കുക. പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഫ്യൂസ് ഇടല്ലേ, ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം പ്രിൻറ്റ് വരെ കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം പ്രിൻറ്റും കാര്യങ്ങളൊന്നും പോയിട്ടില്ല, എങ്കിൽ പോലും ചില കേസിൽ പ്രിൻറ്റ് പോകാറുണ്ട്. ഞാനൊന്ന് പവർ ഓൺ ആക്കി നോക്കാം. പവർ ഓൺ ആക്കുമ്പോൾ ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഗ്രീൻ ലൈറ്റ് നേരത്തെ കാണിക്കുന്നുണ്ടായിരുന്നു, അത് REM എന്ന് ഡയറക്റ്റ് കൊടുത്തേക്കുന്നതാണ്. സാറിന് മിക്ക ആംപ്ലിഫയറിനകത്ത് കാണുന്നത് പവർ സപ്ലൈ ഓൺ ആയതിന് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പം അല്ലാതെ തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പം സപ്ലൈ കൂടെ ചെക്ക് ചെയ്യുന്നു, ഡുവൽ സപ്ലൈ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയേക്കാം. ഡുവൽ സപ്ലൈ നിലവിൽ ഓക്കെയാണ്. വേറെ ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നിലവിൽ ഷോർട്ടിംഗ് ഒന്നും കണ്ടിട്ടില്ല ഇതിനകത്ത്. ഈ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് വെച്ചിട്ട് ആമിൻ്റെ ക്യാബിനിലേക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം.
വോളിയത്തിന് കൺട്രോളെല്ലാം ഫുള്ള് കുറച്ച് വെച്ചേക്കാം. എന്തായാലും അവന്മാർ ഫുള്ള് തിരിച്ച് വെച്ചേക്കാനേ സാധ്യതയുള്ളൂ. എന്നിട്ട് ഓഡിയോ 2 ചാനലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. പവർ ഓൺ ആക്കി ഗ്രീൻ ലൈറ്റ് വന്നു. സ്പീക്കറൊന്ന് കണക്ട് ചെയ്തിട്ട് ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് സബ് കൊടുത്ത് നോക്കാം. ഇതിൻ്റെ സ്വിച്ചിന് ചെറിയൊരു പ്രശ്നമുണ്ട്. സ്വിച്ച് ശരിക്കും കോണ്ടാക്റ്റ് ആവുന്നില്ല. രണ്ട് ചാനലും ബ്രിഡ്ജും കൂടും കുഴപ്പമില്ല. സ്വിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് തരണം. സ്വിച്ചിനകത്ത് ശകലം WD-40 അടിച്ചു വിട്ടാലും മതി. നമുക്ക് സബ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേക്കാം. സബിൻ്റെ വയറ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ചാനൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഷോട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല. കറക്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഷോട്ടിങ് കാണിച്ചാണ്. ഇതിപ്പോൾ ലോഡ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഓവറായിട്ട് ലൈറ്റ് തെളിയും. ഡയറക്റ്റ് തന്നെ കൊടുക്കാം. ഇപ്പോൾ സംഭവം നിലവിൽ ഓക്കെ ആയിട്ടുണ്ട്. നിലവിലെ 2 മോസ്ഫെറ്റ് മരിച്ചു പോയായിരുന്നു. അപ്പോൾ അതിനെ മാറ്റിയിട്ടു. സംഭവം സെറ്റായിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.